ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനി ആകെ ഡെസ്പറായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ചായയായിട്ട് വരികയാണ് നയന. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അനിയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ, നന്ദുവും പറഞ്ഞതല്ലേ, പിന്നെ അനി ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും നന്ദുവിനോട് നേരത്തെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളപ്പോൾ രാത്രിയിൽ എന്തിനാ അവളുടെ മുറിയിൽ ചെന്ന് തട്ടി വിളിച്ചത്? അത് അത് പിന്നെ എന്തോ കല്യാണം എടുത്തപ്പോൾ എൻ്റെ സ്വസ്ഥത പോയി ഏട്ടത്തി. അനി ആകെ പതർച്ചയോടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നന്ദുവിനോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാന്ന് കരുതി വിളിച്ചതായിട്ടെത്തി. അപ്പം നയന പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ പറഞ്ഞു വിടും, പിന്നെ കല്യാണത്തിന് അന്ന് വന്നാൽ മതിയെന്ന് പറയും. അയ്യോ ഏട്ടത്തി എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ നന്ദുവിനെ ശല്യം ചെയ്യാനൊന്നും അല്ല പോയത്. അപ്പം നയന പറയാണ്, പക്ഷേ രാത്രിയിൽ അവളുടെ മുറിയിൽ തട്ടി വിളിക്കുന്നത് അവൾക്കൊരു ശല്യം തന്നെയാ. എന്നാൽ ഇനി അത് ആവർത്തിക്കില്ല ഏട്ടത്തി. അനിയെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടിരുന്ന നന്ദുവിനെ അനി പ്രേമിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതവൾക്കൊരു വലിയ ഷോക്കായി. അവൾക്ക് മാത്രമല്ല, എനിക്കും. അതിനുശേഷം അനിയെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയെന്ന് ബോധ്യപ്പെട്ടപ്പോഴാ അവളുടെ ടെൻഷൻ മാറിയത്. എന്നാൽ ഇപ്പോഴും അനിയുടെ മനസ്സിൽ അവളുണ്ടെന്ന് അറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ സങ്കടത്തോടെ അനി പറയാണ്, നന്ദുവിൻ്റെ ഭാഗം ഞാൻ കേട്ടു, ഏട്ടത്തി പറഞ്ഞതും കേട്ടു, അതൊക്കെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് ചേർന്ന പെണ്ണാണോ അനാമിക എന്ന ചിന്തയിലാണ് ഞാൻ. ഏട്ടത്തി, ഒരു തരത്തിലും അവളുടെ സ്വഭാവമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പം നയന പറയുന്നുണ്ട്, ഇതൊക്കെ അനിയുടെ മുത്തശ്ശനോടൊന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ അറിയാലോ എന്താ സംഭവിക്കുക എന്ന്. വളരെ മനസ്സമാധാനത്തോടെ നടക്കുമായിരുന്നു ഞാൻ, അതിന് നഷ്ടപ്പെടാൻ പോവുക. അനാമിക വന്നു കഴിഞ്ഞാൽ അനിയുടെ മനസ്സമാധാനം നഷ്ടപ്പെടുമെന്ന് അനി അങ്ങ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചോ? നയന ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. അപ്പം അനി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടത്തി 2 മരുമക്കൾ ഈ വീട്ടിലേക്ക് വന്നു, ഏട്ടത്തിയും ഏട്ടത്തിയുടെ ചേച്ചിയും. ഏട്ടത്തി എന്താണെന്ന് വന്ന അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. ഇന്നും എനിക്കതിനോടൊരു എതിരഭിപ്രായം ഇല്ല. എന്നിട്ടും ഏട്ടൻ്റെ സ്വസ്ഥത പോയില്ലേ? അല്ല, അതിന് കാരണക്കാരി ഒരിക്കലും ഏട്ടത്തിയല്ല. എന്നാലും ഭാര്യയുടെ അമ്മയുടെ ഇടയിൽ കിടന്ന് ഏട്ടൻ നട്ടം തിരിയുക. ഇപ്പോഴും അതങ്ങനെ തന്നെ. അങ്ങനെയുള്ളപ്പോൾ നയനേടത്തിയുടെ ചേച്ചിയെ പോലെ ഇത്തിരി തൻ്റെടവും അഹങ്കാരവും കൂടുതലുള്ളൊരു പെൺകുട്ടി വീണ്ടും ഈ വീടിൻ്റെ മരുമകളായി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ലേ? അപ്പോൾ നയന പറയുന്നുണ്ട്, അല്ലെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെയൊന്നും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്രീഡം കുറച്ചൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ നല്ലൊരു ഭാഗം സമയവും പങ്കാളിക്ക് കൊടുക്കേണ്ടി വരും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടെടുത്താൽ കുഴപ്പമൊന്നുമില്ല. അല്ലാത്തപ്പോഴതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പം അനി പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഒരു പരാജയമായ അതിനെല്ലാവരും കാരണക്കാരാ. ഏട്ടത്തിയും മുത്തശ്ശനും ഏട്ടനും ഉൾപ്പെടെ എല്ലാവരും. അപ്പം ആകെ ടെൻഷനായിട്ട് നയന പറയുന്നുണ്ട്, ഞാനിനി ഒന്നും പറയുന്നില്ല, വിധിച്ചതേ നടക്കൂ. അനി വേണമെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ അനാമികയ്ക്ക് പകരമായിട്ട് എൻ്റെ അനിയത്തിയെ ഒരിക്കലും കാണരുത്. അത് നടക്കാൻ പാടില്ലാത്ത ബന്ധാ. നയന അവിടുന്ന് പോവുകയാണ്. അവൾ നേരെ പോയത് നന്ദുവിന് ചായ കൊണ്ട് കൊടുക്കാനാണ്. നന്ദുവിൻ്റെ അരികിലെത്തിയത് നയന പറയുന്നുണ്ട്, നന്ദു, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിച്ചവരാ. അതുകൊണ്ടാ പഴയതുപോലെ നിങ്ങൾക്ക് ഒരുപോലെ മിങ്കിൾ ചെയ്യാൻ പറ്റാത്തത്. അതൊന്നും പുറത്ത് കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പം നന്ദു പറയുന്നുണ്ട്, അനി എൻ്റെ അരികിൽ വരുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല. ഇപ്പോൾ അനിയുടെ വിശ്വാസം അവൻ ചിന്തിക്കുന്ന രീതിയിൽ നിനക്ക് അവനോടൊരു ബന്ധമില്ലെന്നാ. അങ്ങനെയുള്ളപ്പോൾ അത് നിന്റെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും നീ തെളിയിച്ചു കൊടുക്കണം. അതാ വേണ്ടത്. അതിനു പകരം അവനെപ്പോലെ മനസ്സിനകത്ത് വിഷമം വെച്ചുകൊണ്ട് നടന്നാലോ? അത് ശരിക്കും ജാനകി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നന്ദുവും ദേഷ്യത്തോടെ പറയാണ്, ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ വന്നോളാന്ന്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾ തമ്മിൽ കാണേണ്ടവരാ, സംസാരിക്കേണ്ടവരാ. ആ സമയത്ത് അനിയെല്ലാം മറക്കും, നീയും എല്ലാം മറന്നേ പറ്റൂ. അപ്പം ജാനകി ഒക്കെ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, എല്ലാം മറക്കാൻ കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ എൻ്റെ മനസ്സിൽ കടന്നുകൂടുന്നത്. അതുകൊണ്ടാ അയാളെ മറക്കാൻ ഇത്തിരി പ്രയാസം. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. നയന ആകെ ആവലാതിയോടെയാണ് പറയുന്നത്, മോളെ, നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ നീയും അനിയും ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും മാറി നിന്നാൽ അതെല്ലാവർക്കും ഒരു വിഷമാ. എല്ലാവർക്കും സംശയം തോന്നും, പ്രത്യേകിച്ചും ആദർശേട്ടന്. അപ്പം നന്ദു പറയുന്നുണ്ട്, മിണ്ടുന്നേം പറയുന്നതൊന്നും കുഴപ്പമില്ല ചേച്ചി, പക്ഷേ അർദ്ധരാത്രി കഴിഞ്ഞ് മുറിയിൽ മുട്ടി വന്ന് വിളിക്കുന്നത് ശരിയാണോ? അതേപ്പറ്റി ഞാൻ അനിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവനിപ്പോഴും അനാമികയോട് വലിയ താല്പര്യമൊന്നുമില്ല. അതിന് കാരണം നീയാ മോളെ, അത് നീ മനസ്സിലാക്കണം. നിന്നെ അനി സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിരാശയോടെ അവൻ മാറി നിൽക്കില്ലായിരുന്നു. നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വീഴ്ചയുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. നിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം, അനിയുടെയും. അതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും സൗഹൃദം ഒരിക്കലും അതിനപ്പുറം അതിര് കടക്കുമെന്ന് ഞാൻ ചിന്തിക്കാതെ പോയത്. അവിടെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നയന സങ്കടത്തോടെ പോവുകയാണ്. അതേസമയം ജാനകിയുടെ ഫോണിലേക്ക് അനാമിക വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണ്ണമൊക്കെ അമ്മയും വല്യമ്മയും സെലക്ട് ചെയ്തത് തന്നെയാണ് എടുത്തത്, വേറെ ഒന്നും എടുത്തില്ല. അനാമിക സന്തോഷത്തോടെ പറയാണ്, അതെല്ലാം ജ്വല്ലറിയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജാനകി പറയുന്നുണ്ട്, ഞങ്ങളുടെ ജ്വല്ലറി ആയതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ. കല്യാണമായിട്ട് എല്ലാവരും എത്തി തുടങ്ങിയോ?
അനാമിക ചോദിക്കുന്നുണ്ട്. ഓ, ഇപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ ദിവസങ്ങളിലൊന്നും വരുന്ന പരിപാടിയൊക്കെ നിർത്തിയല്ലോ. ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നോ അല്ല അന്നൊക്കെയല്ലേ ആൾക്കാർ വരുന്നുള്ളൂ. പിന്നെ നയനയുടെ അനിയത്തി വന്നിട്ടുണ്ട്, നന്ദു. അപ്പോൾ അനാമിക ചെറുതായിട്ടൊന്ന് ഞെട്ടുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, നന്ദു എത്തിയോ? ആ, എത്തി. അപ്പോൾ അനാമിക കുറച്ച് ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്, അതെന്താ അവൾ ഇത്ര നേരത്തെ വന്നേ? നേരത്തെ അല്ലല്ലോ, ഇനി കല്യാണത്തിന് 2-3 ദിവസമല്ലേ ഉള്ളൂ. നന്ദുവിൻ്റെ 2 ചേച്ചിമാർ ഇവിടുത്തെ മരുമക്കളല്ലേ, അപ്പോൾ പിന്നെ നന്ദു നേരത്തെ വരണ്ടേ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് അമ്മയെ ഒന്ന് കാണണം, എത്രയും പെട്ടെന്ന്. എന്താ മോളെ? അത് പിന്നെ എന്നെ കാണാൻ വരുന്ന വിവരം ആരോടും പറയണ്ട. അമ്മ വീടിന് പുറത്ത് റോഡിൽ കുറച്ച് മാറി നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. ഫോണിൽ കൂടി പറയാൻ പറ്റില്ലേ മോളെ? ഇല്ല, നേരിട്ട് തന്നെ പറയണം. ശരി, എന്നാൽ ഞാൻ വന്നോളാം, ആരും അറിയണ്ട കേട്ടോ. ശരി. കോള് കട്ടായതിനു ശേഷം നയനയും നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ജാനകി പുഞ്ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇന്നലെ ആദർശിനൊപ്പം മോള് പുറത്തു പോയായിരുന്നു അല്ലേ? ആ, രാത്രിയായപ്പോൾ പുറത്തു പോകണമെന്ന് ആദർശേട്ടനൊരു ആഗ്രഹം, പിന്നെ പോവേണ്ടി വന്നു. അപ്പം ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി ഉറങ്ങിയെന്ന് കരുതിയാവും അവൻ മോളെയും കൂട്ടി പോയത്. അതെ, പക്ഷേ വഴിയിൽ വെച്ച് അച്ഛനെയും അമ്മയും കണ്ടു. അത് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി രാവിലെ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പം പറയുന്നത് മിക്ക ദിവസങ്ങളിലും നിങ്ങളിങ്ങനെ ചുറ്റാറുണ്ടെന്നാ. അയ്യോ, കുറേ നാൾ കൂട്ടിയിട്ട് ഇന്നലെ ഒന്ന് പോയത് നയന പറയാണ്. അപ്പം പെട്ടെന്ന് ജാനകി പറയുന്നുണ്ട്, അല്ല ഇവിടെ വന്നിട്ടും നന്ദുവിനൊരു മാറ്റവും ഇല്ലല്ലോ. അനി മോളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ, അപ്പോൾ പിന്നെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവനോട് ഷെയർ ചെയ്തൂടെ? നന്ദു നയനയും പരസ്പരം മുഖത്തോട് പോയി നോക്കുകയാണ്. അപ്പം ജാനകി പറയുന്നുണ്ട്, അതിനെങ്ങനെയാ, അവനും ഇപ്പോൾ ഏതു നേരം നിരാശയിലാണല്ലോ. ഇതുവരെയും കല്യാണവുമായിട്ട് അവൻ പൊരുത്തപ്പെട്ടിട്ടില്ല. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിക്കോളൂ ഇളയമ്മേ. അപ്പോഴേ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം, എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാനാ, ഞാൻ പോയിട്ട് വരാം. ജാനകി അവിടുന്ന് പോയപ്പോൾ നയന പറയുന്നുണ്ട്, നന്ദു നീയും അനിയും ഫ്രണ്ട്സാണെന്ന് കരുതിയിട്ടാ ഇളയമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചത്. ഇനിയിപ്പോൾ നീയും അനിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ ഇളയമ്മയുടെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പം നയന പറയാം, ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അനിയെ കുറ്റം പറയാൻ പറ്റില്ല മോളെ. ഇതുവരെ അനി ആരെയും പ്രേമിച്ചിട്ടില്ലെന്നാ എൻ്റെ വിശ്വാസം. ആദ്യമായി അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയ പെൺകുട്ടി നീയാ, അതുകൊണ്ട് നിന്നെ മറക്കാൻ അവന് പ്രയാസമായിരിക്കും. എങ്കിലും നമ്മൾ നമ്മുടെ നിലയും വിലയും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിന്നേ പറ്റൂ. നന്ദു ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ അമ്മയെ പെരുങ്കള്ളി എന്നാ എൻ്റെ അമ്മായി അമ്മയും അപ്പച്ചിയൊക്കെ വിളിക്കുന്നത്. എന്തിനാ വെറുതെ നമ്മുടെ അച്ഛനെ അമ്മയൊക്കെ പറയിപ്പിക്കുന്നത്? എന്നും നന്മയുടെ പക്ഷത്ത് മാത്രം നിന്നിട്ടുള്ള നമ്മുടെ അച്ഛനെ ഇവിടെയുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അച്ഛനേക്കാളും വേദനിച്ചിട്ടുണ്ട് എനിക്ക്. അതിനി നമ്മളായിട്ട് അവസരം കൊടുക്കണ്ട. അനിയുടെ കല്യാണമൊക്കെ കഴിയുമ്പോൾ നിനക്ക് സാവകാശം എല്ലാം മറക്കാൻ പറ്റും, അനിക്കും. അപ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് ചെറിയ വിഷമമുണ്ടെങ്കിലും ഞാനിപ്പോൾ ഓക്കെയാണ് ചേച്ചി. പിന്നെ ഇങ്ങനെയൊരു സാഹചര്യം ഇവിടെ ഉള്ളപ്പോൾ എന്നെ ഇങ്ങനെ നേരത്തെ ഇങ്ങോട്ടേക്ക് വിളിക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വന്നു പോയില്ലേ മോളെ, അതുകൊണ്ട് മറ്റുള്ളവരുടെ ചോദ്യം ഒഴിവാക്കാനാണെങ്കിലും മോള് പിടിച്ചു നിൽക്കണം. നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ എന്തു പറഞ്ഞാലും മോള് കേൾക്കുമായിരുന്നു. ഇവിടെയും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അത് കേൾക്കാതെ പോവരുത്. നയന അവിടുന്ന് പോവുകയാണ്. അനാമിക അപ്പോഴേക്കും ജാനകിയെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നന്ദുവിനോട് കല്യാണത്തിൻ്റെ അന്ന് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതെന്താ മോളെ അങ്ങനെ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സംശയമല്ല, എനിക്ക് നേരിട്ടറിയാവുന്ന സത്യങ്ങളാ. നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാ അമ്മേ. അത് കേട്ടതും ജാനകി ശരിക്കും ഞെട്ടുകയാണ്. അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ സംശയം ശരിയായി വരുവാണല്ലോ. എന്താ മോൾ അങ്ങനെ പറയാൻ കാരണം? കാരണം ഒരുപാടുണ്ട്. അനാമിക പറയാണ്, രാത്രിയിലൊന്നും നിന്നെ വിളിച്ചാൽ കിട്ടാറില്ല. ആ സമയത്തൊക്കെ നിന്റെ മൊബൈൽ എൻഗേജ്ഡ് ആയിരിക്കും. അനാമിക അനിയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ മൊബൈലിനോട് ഇനി എൻഗേജ് ആവാതിരിക്കാൻ പറയാം. അല്ലാതെ പിന്നെ ഇതിലൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അനി ദേഷ്യത്തോടെ അന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് പോണെങ്കിൽ പൊക്കോ. അനാമിക അന്ന് ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അനി നേരെ പോയത് നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്ദു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ 2 ചേച്ചിമാർ ആ വീട്ടിലെ മരുമക്കളാ. അന്നപ്പോൾ അനി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് അവരുടെ അനിയത്തിയായ നന്ദുവിന് അങ്ങോട്ടേക്ക് വരാൻ വേറെന്തെങ്കിലും തടസ്സമുണ്ടോ? അതന്ന് അനാമിക അവളുടെ ചെവി കൊണ്ട് കേട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അവൾ ജാനകിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചു. ഞാൻ പലപ്പോഴും അനിയെ വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ എൻഗേജ്ഡാ. ആ സമയത്ത് നന്ദുവിനെ വിളിച്ചാൽ അവളുടെ ഫോണും എൻഗേജ്ഡ് ആയിരിക്കും. അവർ തമ്മിലാണ് സംസാരിക്കുന്നത്. അവർ ക്ലോസ് ഫ്രണ്ട്സാ മോളെ. സത്യം പറഞ്ഞാൽ നന്ദുവിനെ പോലെ വേറൊരു പെൺകുട്ടിയായിട്ടും അവൻ ഇത്രയും അടുത്തിട്ടില്ല. അപ്പം അനാമിക പറയുന്നുണ്ട്, അതാ ഞാനും പറഞ്ഞത്, അവർ തമ്മിൽ പരിധിക്കപ്പുറം ഒരടുപ്പം ഉണ്ടായിപ്പോയിന്ന്. അതവളുടെ വീട്ടുകാർക്കും അറിയാം, എന്നിട്ടും തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാ എനിക്കിപ്പോൾ അമ്മയോട് ഇതൊക്കെ പറയേണ്ടി വന്നേ. അപ്പോൾ ജാനകി സങ്കടത്തോടെ പറയാണ്, ഞാൻ എന്നും നയനയും അവളുടെ വീട്ടുകാരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നമ്മളെല്ലാം അങ്ങനെയല്ലേ അമ്മേ. പക്ഷേ ഈ പറയുന്ന നന്ദുവിൻ്റെ അവളുടെ ചേച്ചിമാരുടെ അമ്മയുടെയൊക്കെ ആഗ്രഹം അവളെയോ ആ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാ. അവർക്ക് മുകളിലൊരു ബന്ധം അനിക്ക് കിട്ടുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അത് ചിലപ്പോൾ മോള് പറഞ്ഞത് ശരിയായിരിക്കും. മോൾക്കറിയാലോ, നയനയെ ഒട്ടും ഇഷ്ടമല്ല അവളുടെ അമ്മായിയമ്മയ്ക്ക്.
ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന മരുമോളാണ് ആ വീട്ടിലെ ആദ്യത്തെ മരുമോളെന്ന്. അപ്പം അനാമിക പറയുന്നുണ്ട് എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നേ, അതൊക്കെ പറയുമ്പോൾ അവരുടെ ഈഗോ കൂട്ടാനല്ലേ അത് സഹായിക്കൂ. അപ്പം ജാനകിയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും മോളെ വിട്ടിട്ടുള്ള ഒരു കളിക്കും ഞങ്ങളില്ല. മോളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പം അനാമിക പറയുന്നുണ്ട് ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് അനിയാ. ഒരുപാട് മോഹിച്ചു പോയമ്മേ. ഇനി അനിയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം ജാനകി പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നമ്മൾ നിശ്ചയിച്ച സമയത്ത് തന്നെ വിവാഹം നടക്കും, അതിലൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. മോളുടെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തിരിക്കുന്നതേ അനിയുടെ മുത്തശ്ശനാ. ഇനി ആർക്കും ഈ ബന്ധം മുടക്കാൻ കഴിയില്ല. അപ്പം അനാമിക പറയാണ് എങ്കിലും ആരൊക്കെ ചേർന്ന് വിവാഹബന്ധം മുടക്കുമെന്നൊരു പേടി, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല അമ്മേ, ആ വീട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആദർശേട്ടൻ പെണ്ണ് കണ്ടത് നവ്യയാ, എന്നിട്ട് നടന്നതോ കല്യാണ ദിവസം അബിക്കൊപ്പം നവ്യ പോയിക്കളഞ്ഞില്ലേ. എന്നിട്ട് നയനേടത്തെയും ആദർശേട്ടനും ഒന്നിച്ചത് എങ്ങനെയാ? കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാ അന്ന് നടന്നത്. ആ നിലയ്ക്ക് എൻ്റെയും അനിയുടെയും കല്യാണത്തിന് മുമ്പ് എന്തും സംഭവിക്കാം. അതിൻ്റെ മുന്നോടിയായിട്ടാണോ നന്ദു അവിടെ വന്ന് നിൽക്കുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് അവൻ എൻ്റെ മോനാ, ഒരിക്കലും അബിയെപ്പോലെ അവൻ പെരുമാറില്ല. മോൾ എന്നെ വിശ്വസിക്ക്. എൻ്റെ മരുമോള് മോള് തന്നെയാ. ആ സ്ഥാനത്തിന് നന്ദു എന്നല്ല ഒരുത്തിയും വരാൻ പോകുന്നില്ല. അത് കേട്ടപ്പോഴാണ് അനാമികയ്ക്ക് ശരിക്കും സമാധാനമായത്. അതേസമയം അനന്തപുരിയിൽ നന്ദുവിനോട് പറയുന്നുണ്ട് അതെ, ഒരുപാട് വീർപ്പുട്ടലുണ്ട് മോൾക്കും അനിക്കുമിടയിൽ. നീ ഇടയ്ക്ക് വെച്ച് ഫ്രണ്ട്സുമായിട്ട് അനിയുടെ മുന്നിൽ നല്ല സന്തോഷം കാണിച്ചായിരുന്നല്ലോ, അത് ഇനിയും വേണം. അനി ഹാളിലുണ്ട്, ഞാൻ ചായ ഇട്ട് തരാം. നീ ചായ കൊണ്ടുപോയി അനിക്ക് കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കേ. നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അനി വിചാരിക്കും. അല്ലെങ്കിൽ തന്നെ നീ അതെല്ലാം മറന്നു എന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ ഒരു ഭാരം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി. പിന്നെ അനിയുടെ മുഖത്തൊരു സങ്കടമുണ്ട്, അത് കാണുമ്പോൾ എനിക്ക് പഴയതുപോലെ മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നയന പറയുന്നുണ്ട് പക്ഷേ ഇനിയും അങ്ങനെ തന്നെ മിങ്കിൾ ചെയ്യണം, ഞാൻ ചായ എടുത്തു തരാം എന്ന് പറഞ്ഞ് നയന അവിടുന്ന് പോവാണ്. നന്ദു ആകെ ധർമ്മസങ്കടത്തിലായിട്ടാണ് ഇരിക്കുന്നത്. നയന ചായ കൊണ്ടുവന്ന് കൊടുത്തപ്പം അനിയെ തെരഞ്ഞുകൊണ്ട് നന്ദു പോവാണ്. ഹാളിൽ അനി ഇരിക്കുന്ന കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് നന്ദു ഹാപ്പി ആയിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. അനി ഇതാ ചായ, ചിരിച്ചുകൊണ്ടാണ് അവൾ പറയുന്നത്. അനി ചായ കുടിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് നന്ദു പറയുന്നുണ്ട് ദേ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതാ, എന്നിട്ടും അനി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്ന് ഉഷാറാവുന്നേ, കല്യാണ പയ്യനല്ലേ. അപ്പം അനി സങ്കടത്തോടെ പറയാണ് നന്ദുവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ അനാമികയോട് നല്ല അടുപ്പം കാണിച്ചതാ, പക്ഷെ എന്തോ അവളും ഞാനും തമ്മിൽ ചേരില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതൊക്കെ വെറും തോന്നലാ. കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ അനാമിക കഴിഞ്ഞേ അനിക്ക് മറ്റാരും പിന്നെ കാണത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്കൊക്കെ ഇയാളെ കാണാൻ കിട്ടുമെന്നുള്ള കാര്യം തന്നെ സംശയാ. നന്ദു സങ്കടത്തോടെയാണ് ശരിക്കും പറയുന്നത്. അപ്പം അനി പറയുന്നുണ്ട് ഞാൻ ഈ പഠിത്തവും കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നന്ദുവിനെയും ഫ്രണ്ട്സിനെയും പരിചയപ്പെട്ട ശേഷം എനിക്കൊരു പുതുജീവൻ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ കല്യാണശേഷം അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് വാ, അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അനാമികയെ എന്ത് മനസ്സിലാക്കാനാ അനി ചോദിക്കുകയാണ്. അല്ല, അനാമികയ്ക്കും നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല മറ്റേതോ തരത്തിലുള്ള ബന്ധമുണ്ടെന്നൊരു സംശയമുണ്ട്. അതങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ. ഞാൻ നോക്കാം. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും സംസാരിക്കുന്ന ജാനകി ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അപ്പം അനി പറയുന്നുണ്ട് എന്തായാലും ഞാനും അനാമികയും തമ്മിലുള്ള വിവാഹശേഷവും ഞാനും നന്ദുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു കോട്ടവും തട്ടാൻ പാടില്ല. അപ്പം ജാനകി ഇങ്ങനെ ചുമക്കുകയാണ് അവർ വന്നെന്ന് അറിയിക്കാൻ വേണ്ടി. നന്ദു തിരിഞ്ഞു നോക്കുന്നുണ്ട്. അമ്മ എവിടെ പോയതാ അനി ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ വേണ്ടി പോയതാ. അല്ല, നയനമോൾ എവിടെ പോയി? ചേച്ചി അടുക്കളയിലുണ്ട് നന്ദു പറയാണ്. അപ്പം ജാനകി ചിന്തിക്കുന്നുണ്ട് ഓ ചേച്ചി ചായ ഉണ്ടാക്കി അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുക. അവരുടെ ആ ചിന്ത കണ്ടപ്പോൾ അനി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോനെ, നീ ചായ കുടിക്ക് എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. അവർ കുറച്ചു നേരം കൂടി പിന്നിൽ നിന്നിട്ട് രണ്ടുപേരെ നോക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും അത് അറിയുന്നില്ല. പക്ഷെ നന്ദുവിന് എന്തൊക്കെ സംശയം തോന്നുകയാണ്. ജാനകി അവിടുന്ന് പോയപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് അനിയുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അല്ല, ആളാകെ സീരിയസ് ആണല്ലോ. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്കും കൺഫ്യൂഷനാണ്. അപ്പം നന്ദുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം അനി എന്തൊക്കെയോ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആദർശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? നിനക്കറിയാലോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് നിന്നോടാണെന്ന്. അതുകൊണ്ട് നിന്റെ കല്യാണത്തെ പ്രമാണിച്ച് ഞാൻ 2 ദിവസം ഓഫീസിൽ പോകുന്നില്ല, നമുക്ക് എല്ലാ ദിവസവും ആഘോഷിക്കാം. അപ്പം അനി ചോദിക്കുന്നുണ്ട് എന്താ ആഘോഷിക്കാൻ? നമുക്കെല്ലാവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാടാ. അപ്പം അനി സങ്കടത്തോട് പറയാണ് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എടാ കല്യാണമാ, നീ ഇനി ആക്റ്റീവായേ പറ്റൂ. ഇപ്പം തന്നെ അനാമിക പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക നിനക്ക് ഒന്നിനും ഒരു താല്പര്യമില്ലാന്ന്. അതിൽ നിന്നൊക്കെ നിന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഏട്ടാ, അനാമികയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെയാണ് നമ്മൾ ഈ കല്യാണം നടത്താൻ പോകുന്നത്. എന്തോ എനിക്ക് ഈ കല്യാണം മുറിയപ്പം മുതൽ മനസ്സിനൊരു സമാധാനമില്ല. അപ്പം ആദർശ് പറയുന്നുണ്ട് എടാ നിന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉള്ളത് കൊണ്ടാ. അതൊക്കെ മറന്ന് നല്ല ചുറുചുറുക്കോടെ അനാമികയെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ നോക്ക്. അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അനി പറയുന്നുണ്ട് നവ്യടത്തെ പോലെ മറ്റൊരാൾ, എനിക്ക് അവളെക്കുറിച്ച് അങ്ങനെയാണ് തോന്നിയത്. എടാ ആ നവ്യ പോലും ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. ആദർശ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും മാറണമെന്നില്ലല്ലോ ഏട്ടാ. അനിയും പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ദേഷ്യത്തോടെ പറയാണ് തർക്കിക്കാതെ നീ അങ്ങോട്ട് വരാൻ നോക്ക്. എല്ലാവരും അവിടെ കാത്തിരിക്കുക. ഇന്നേ ചില മത്സരങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ വന്നേ.
ആദർശ് പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് അനിയുടെ മനസ്സിലാകെ ടെൻഷനാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.